ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അത് ഇന്നലെ 2-ാം തീയതി എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സഫ ഒരു പരിപാടി വെച്ചിട്ടുണ്ട് ഒരു ലൊക്കേഷനിൽ. എന്നെ വിളിച്ചായിരുന്നു. പക്ഷേ ആ ഒരു പരിപാടിക്ക് എനിക്ക് പങ്കെടുക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. ഞാൻ എൻ്റെ കുട്ടീനെ വെച്ചിട്ട് ഞാനൊരു പരിപാടി ചെയ്തോളാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ 3-ാം തീയതി ഞാൻ ആദ്യം രാവിലെയാണ് ചോദിച്ചത്. 2-ാം തീയതി മോർണിംഗ് കുട്ടീനെ കുറച്ച് സമയത്തേക്കൊന്ന് വിട്ട് തരാൻ പറ്റുവാണെങ്കിൽ ഞാൻ കുട്ടീനെയും കൂട്ടി ജസ്റ്റ് ഒരു ചെറിയൊരു പരിപാടി ആക്കാമെന്ന് വിചാരിച്ചപ്പം സഫക്ക് ആദ്യം പരിപാടി ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടായതുകൊണ്ട് ഞാൻ ഓക്കെ എന്നാൽ 3-ാം തീയതി ഒരു ബർത്ത്ഡേ ഫങ്ഷൻ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന്, അതായത് ഇന്ന് 3-ാം തീയതി ഇനു ബേബിയുടെ ഒരു ബർത്ത്ഡേ ചെറുതായിട്ട് ഒന്ന് പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു. പരിപാടി പറഞ്ഞെങ്കിൽ അവർ ചെയ്ത കണക്ക് വലിയ ഗ്രാൻഡായിട്ടൊന്നുമില്ല, വളരെ ചെറുതായിട്ട് ഒരു കേക്ക് കട്ടിങ്ങും ഒരു ചെറിയൊരു ഫങ്ഷൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി എൻ്റെ ഫ്രണ്ടിനെ പിക്ക് ചെയ്യണം. എന്നിട്ട് നേരെ പോയിട്ട് അവിടുന്ന് ഫ്രണ്ടിനെ പിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ അവിടുന്ന് കാറെടുക്കണം. പോയിട്ട് കാറെടുത്തിട്ട് നേരെ ഇനുവിനെ കൂട്ടാൻ പോകണം. ഇനുവിനെ കൂട്ടി കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ വന്ന് ലൊക്കേഷനൊക്കെ തപ്പണം. കാരണം എറണാകുളത്ത് എനിക്കങ്ങനെ വലിയ ഫ്രണ്ട്സോ കാര്യമൊന്നുമില്ല, ഇവരൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഇവിടെ ലൊക്കേഷനിൽ എനിക്ക് കഫേ കാര്യങ്ങളൊന്നും അത്യാവശ്യം നല്ലൊരു ഇതൊന്നും അറിയൂല. ഞാൻ കുറച്ചായിട്ട് ഇവിടെ ഉണ്ട്, പക്ഷേ ഫുൾ ടൈം ഒരു വർക്കിൻ്റെ ബിസി ആയതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യാൻ പോണ പരിപാടി നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര വലിയ ഗ്രാൻഡൊന്നും അല്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും കുഞ്ഞിയുടെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കാനാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തായാലും നമുക്ക് കുട്ടീൻ്റെ അടുത്തേക്ക് നേരെ പോവാം. എന്താണ് അവസ്ഥ എന്ന് നമുക്ക് പോയി കാണാം. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മുടെ ഇനു ബേബീനെ പോയി പിക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്താ പരിപാടി എന്റെ പൊന്നി ഇനു ബേബി? എന്താ പരിപാടി എന്റെ ഇനു? ഇനു പറ. എന്താ പരിപാടി? തിന്നാനൊന്നും തരലില്ലേ നിനക്ക്? തരലില്ലേ? എഞ്ച് ആരത്? ആര്? എഞ്ച് പൊന്നു ആരത് കളിപ്പിക്കുന്നു? എന്ത് എഞ്ച് പൊന്നു? കുറച്ച് സമയം കുഞ്ഞ് കളിച്ച പാട് പെട്ടെന്ന് കയ്യിലൊന്നിങ്ങനെ കിടത്തിയേ ഉള്ളൂ. അപ്പം തന്നെ കുഞ്ഞ് ഉറങ്ങി. എനിക്ക് തോന്നുന്നു കുഞ്ഞ് നേരാമണം കുറച്ച് ദിവസമായിട്ട് ഉറങ്ങാത്ത രീതിയിലുള്ളൊരു ഫീലാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ എന്തായാലും കുട്ടി നല്ല രീതിയിൽ ഒറ്റയടിക്ക് ഇങ്ങനെ ഉറങ്ങിയതുകൊണ്ട് പിന്നെ ഞാൻ ഡിസ്റ്റർബ് ചെയ്താൽ നിന്നിട്ടില്ല. കുട്ടീനെ നല്ലോണം ഉറക്കി പിന്നെ നേരെ റൂമിൽ കൊണ്ടുപോയിട്ട് ഞാൻ പിന്നെയും ഉറക്കി. അതാണ് ബർത്ത്ഡേ ഫങ്ഷനൊക്കെ പ്ലാനിങ്ങൊക്കെ മാറ്റിയത്. കുട്ടീൻ്റെ ഉറക്കമാണല്ലോ നമുക്ക് മുഖ്യം. അതുകൊണ്ട് തന്നെ കുട്ടീനെ നല്ല രീതിക്ക് ഉറക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ കുട്ടി സ്വയം എണീച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടി നടത്തേക്കുന്നത്. എന്തായാലും കുട്ടി എണീച്ചപാട് പാല് കൊടുക്കേണ്ടതാണ്. അപ്പം ഓൾറെഡി പാല് കൊടുക്കുന്നില്ലാത്തതുകൊണ്ട് ഈ ലാട്രിജനാണ് സ്ഥിരമായിട്ട് കൊടുക്കൽ. അപ്പം ഞാൻ ലാട്രിജൻ ഒന്ന് വാങ്ങി. എങ്ങനെ നമ്മളിത് ബിരിയാണി കഴിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഗായ്സ് നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഇന്നു ബിരിയാണി കഴിച്ചല്ലേ. നേരത്തെ എന്ത് കഴിച്ച്? രാവിലെ മസാല ദോശ കഴിച്ച്, പിന്നെ ബിരിയാണി കഴിച്ച്, ഇപ്പൊ വണ്ടി ഓട്ടിച്ച് അല്ലേ? ഇനോ ചിരിച്ച 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 ചിരി
അപ്പൊ അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഇപ്പൊ ഏകദേശം സമയം വൈകുന്നേരമായി. കേക്കൊന്നും കട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. നമ്മള് ഇനുവിനെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ല ഇനു പാവ ഉറക്കൊന്നു. രാവിലെ ഓനെ ഞാൻ കൂട്ടിയ പാട് നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് ഉറക്കം കളയണ്ട പറഞ്ഞിട്ട് ഏകദേശം മണിക്കൂറോളം ഉറങ്ങാൻ സമ്മതിച്ച് ഉറക്കി കഴിഞ്ഞിട്ട് തന്നെ പുറത്ത് അല്ലേ അങ്ങനെ നമ്മളെ ഇന്നത്തെ ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പം നമ്മൾ നേരെ കേക്ക് കട്ടിങ്ങിലാണ് പോണത്. കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവുകയാണ്. ഇനുവിന്റെ കേക്ക് കട്ടിങ്ങിന് പോവാണ്. ഇനുവിന്റെ കേക്ക് മുറിക്കണ്ടേ? കേക്ക് മുറിക്കണ്ടേ? ഇനു കേക്ക് മുറിക്കൂലേ? ഇനു കേക്ക് മുറിക്കോ? കട്ട് ചെയ്യോ കേക്ക്? അങ്ങനെ നമ്മൾ ഇന്ന് കേക്ക് കട്ട് ചെയ്യണം. അങ്ങനെയുള്ള കുറച്ച് പരിപാടി ഉണ്ട് ഗൈസ്. അതും കൂടെ കഴിഞ്ഞാ അങ്ങോട്ട് പോന്ന് ചോയ്ക്കി എങ്കിലേ ഇതാണ് ചോയ്ക്കി. അരികിലേ വട്ടം നോട്ടെ ഏറിത് പാന്റ് കുറച്ച് വലുതാ. അല്ലടേ അത് ഷൂട്ടർ റെഡി ആവും. കാരണം കുറച്ച് വലുതായിട്ട് ഇടാലോ. മറ്റേ സൈസ് കറക്റ്റായിരിക്കും. ഉറപ്പാണോ? ഇത്രയും അംഗം ഉണ്ടാക്കല്ലേ? ഇതിനേക്കാളും ചെറുതല്ലേ? ഞങ്ങളുടെ പുതുമാരൻ ഇനു ബേബി പൂമാല ചൂടിയ നേരം. ഇങ്ങനെ നമ്മുടെ പാട്ടിറക്കാം നമുക്ക്. ഇനു എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. നാണക്കേടൊക്കെ. രണ്ടുപേരും ബ്ലാക്ക് അല്ല, 3 പേരും ബ്ലാക്ക്. അപ്പം അങ്ങനെ ഇപ്പം ഏകദേശം സമയം ഏകദേശം ഇരുടായി. ഒരു 5-6 മണിയായി. അപ്പോൾ 6-7 മണിയായി ഇപ്പോൾ സമയം. അപ്പോൾ നമ്മളിപ്പോൾ ഇതേ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞുള്ളൂ. രാവിലെ ഫുള്ള് ഇനിയും കൊണ്ട് കറക്കായിരുന്നു. ഇനിയിപ്പോൾ പ്ലാനിങ് എന്താ വെച്ചെങ്കിൽ ഒരു ഡ്രസ്സ് എടുത്ത് ചെറിയൊരു കേക്കും വാങ്ങി. വലിയ ആർഭാട പരിപാടിയൊന്നുമില്ല ഗൈസ്. ചെറുതായിട്ട് നമ്മൾ ജസ്റ്റ് ലുലുവിൽ പോണ്, ജസ്റ്റ് ഒന്ന് കേക്ക് കട്ട് ചെയ്യണ്, നേരെ കുട്ടീനെ തിരിച്ച് കൊടുക്കണം. ലുലു പോയിട്ട് നമ്മൾ ഒന്ന് കട്ട് ചെയ്യുക ഇൻഷാ അല്ലാ. അവിടെ ആരൊക്കെ പങ്കെടുക്കുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാൻ പോയിട്ട് അവിടെ. അങ്ങനെ ഇനുവിനെ നമ്മള് ഡ്രസ് ഇടിപ്പിച്ച് ഇറക്കിയിട്ടുണ്ട്. നേരെ ലുലുവില് അല്ലേ? ലുലുവിൽ നമ്മളൊരു ക്രൗഡ് ഉണ്ടാക്കാനുള്ള ഒരു ക്രൗഡ്
ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. അതെ അതെ അതെ. എങ്ങനെ നമ്മള് ലുലു മാളിലേക്ക് എത്തി. ചെക്കൻ നല്ല ഉറക്കാണ്, അതുകൊണ്ട് നമ്മള് വെയിറ്റ് ചെയ്യണം ഉറങ്ങി എണീക്കുന്നത് വരെ. ഉറങ്ങി എണീച്ചിട്ട് നമുക്ക് കേക്ക് കട്ടിങ് പരിപാടി തുടങ്ങാം അല്ലേ? അല്ലേ നല്ല ഉറക്കം, നല്ല ഉറക്കത്തിലാണ് പുള്ളി. ആ കോട്ട് സൂട്ടെല്ലാം ഇട്ടിട്ട് ഫേസിനൊക്കെ ഇതിൻ്റെ ഇതായി. അപ്പം ഇനി നമ്മളിത് കേക്ക് റെഡി ആക്കണം, മുകളിൽ പോകണം, കട്ട് ചെയ്യണം, എന്താവുമെന്ന് അറിയില്ല. അങ്ങനെ കേക്ക് ഏതെടുക്കും എന്നുള്ളൊരു കൺഫ്യൂസിലാണ്. ഇതെങ്ങനെയുണ്ട് ഗൈസ്? ഇതെല്ലാവർക്കും ഇതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ വിചാരിച്ച് ഇത് എടുക്കാന്ന് നോക്കട്ടെ. നമുക്കപ്പോൾ ഇത് കൊടുക്കാം. ഇതിൽ പേര് ഇതാ കേക്കില്. അങ്ങനെ നമ്മുടെ അയ്യോ ഹാപ്പി ബർത്ത്ഡേ ഇവാൻ മെഹ്നോ. സൂപ്പർ സൂപ്പർ സൂപ്പർ. നല്ലതാ. ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കണോ? ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല, ഞാൻ കട്ടി. കണ്ണ് കാണാൻ കണ്ട് മയങ്ങിയില്ലേ. ഇന്നത്തെ വീഡിയോയിൽ ആക്ച്വലി ഞാൻ ഇല്ല അല്ലേ? പള്ളി ഉണ്ടാക്കാൻ വെച്ചിട്ട് ഇന്നാണെങ്കിൽ ജനറൽ ഹോസ്പിറ്റലിൽ ട്രിപ്പ് ഇട്ടിട്ട് ഞാൻ പിന്നെ മൂന്നേ. ഇപ്പൊ അവിടുന്ന് സുലു സംസാരിക്കുന്നതല്ലേ കിട്ടും. ഇന്നലെ ഉറക്കോടെ കിട്ടിയില്ല, പിന്നെ ഫൈറ്റ് വന്നപ്പോഴേക്കും മൊത്തത്തിൽ ക്ഷീണിച്ച്. ഞാനും ഉണ്ടല്ലോ. ആഡ് ചെയ്തോ. 99474717. മകനു കേക്ക് മേടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇന്നുവിന്റെ ബർത്ത്ഡേക്കായി നമ്മൾ എറണാകുളം ലുലു മാളിൽ, യൂസിഫ് അലിക്കട ലുലു മാളിൽ കേക്ക് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. മുടിയുടെ ബാക്കൊക്കെ ചൊറിയുന്ന മകനുവിനെ നമുക്ക് ഇവിടെ കാണാം. ബില്ലിനായി നോക്കി നിൽക്കുന്നു. യെസ്, ബില്ല് കിട്ടി. ഇങ്ങനെ നമ്മൾ ഇനുവിനുള്ള കേക്ക് സെറ്റപ്പ് ആക്കിയിരിക്കുന്നു. ഇനി നമുക്ക് നേരെ കേക്ക് മുറിക്കാനായിട്ട് നമുക്ക് നേരെ അങ്ങനെ നമ്മളുടെ ഇനുവിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ. നമ്മൾ ചെക്കന് ഉടുപ്പ് മേടിച്ചു കൊടുത്തു, ഒരു കോട്ട് സൂട്ടൊക്കെ ഒരു അട്ടാറ് ലുക്ക് ആക്കിയിട്ടുണ്ട്. ചെക്കന് കേക്ക് റെഡി ആക്കിയിട്ടുണ്ട്. സോ നമ്മൾ നിലവിലുള്ളത് എറണാകുളത്ത് ലുലു മാളാണ്. ഫുഡ് കോർട്ടിൽ വെച്ചൊരു അടിപൊളി കേക്ക് കട്ടിംഗ് സെറമണി നമ്മൾ നടത്താം. നമ്മളെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം നമ്മൾ അടിപൊളിയാക്കുന്നുണ്ട്. സോ ലെറ്റ്സ് ഗോ ടു ദ കേക്ക് കട്ടിംഗ് സെറമണി. നമ്മൾ അങ്ങനെ ഇനുവിനെ കൊണ്ട് കേക്ക് കട്ടിംഗ് സെറമണിയിലേക്കാണ് പോകുന്നത്. സോ നമ്മൾ എല്ലാം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നേരെ ഇനു അവിടെ പോവാ, കേക്ക് കട്ട് ചെയ്യുക, അതാണ് നമ്മുടെ പരിപാടി. അപ്പൊ നമ്മളങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോ നമ്മള് ഇത്ര പേരാ ഉള്ളത്. നമുക്ക് ആൾക്കാരെ കൂട്ടണ, പിന്നെന്താ ഒരു ക്രൗഡ് ഉണ്ടാക്കാം. എങ്ങനെ വീഡിയോ കോൾ കാണിച്ചു കൊടുത്താലോ? ആൾക്കാർ വിളിച്ചു കൂട്ടിട്ട് കേക്ക് മുറിക്കാൻ എല്ലാരും വിളിച്ചു വരുത്തി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. കേക്ക് വരുന്നില്ലടാ? കുഴപ്പമില്ല. തിന്നോണ്ടിരിക്കുന്നത് നിങ്ങൾക്കും കിട്ടിയില്ലേ? കൊടുത്താ കൊടുത്തു. വാ, താങ്ക് യു. എന്നാ ഒരു ദിവസം കേക്ക് എടുത്തു. മുറിച്ചു കൊടുത്തെന്ന് ഒന്ന് മതിയേ ഒന്ന് മതി മതി. ഒരു മിനിറ്റ് നല്ല കേട്ടോ കേക്ക്.
എടുത്തോ ബാക്കി ഞാൻ തെച്ചോ ഒന്ന് പറയാ ഒന്ന് പറയാ ഈ മൂക്കിയുടെ തുമ്പത്തേക്ക് കണ്ട ബാപ്പാനെ ചെയ്യുമ്പോ കണ്ട എന്തെന്നാ നിങ്ങൾ ചെയ്ത് ബർത്ത്ഡേ കുഞ്ഞിൻ്റെത് പാപ്പാനെ കുളിപ്പിച്ച് ഏടി അങ്ങനെയാ വീഡിയോ എടുക്കല് എങ്ങനെ എന്നാ നീ എനിക്ക് തന്നില്ലെന്നുണ്ട് അക്കോട്ടെ ചോക്ലേറ്റ് കഴിച്ചോ കഴിച്ചോ കുഞ്ഞിനെ പറ്റിച്ചൂടാ ഇതാ വയറും മതി ഓക്കെ സെറ്റ് ബർത്ത്ഡേ കുഞ്ഞിന്റെ മുഖത്ത് വെക്കാൻ പറ്റാത്ത വിഷമം കാരണം ഇല്ല 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 എന്റെ മുഖത്ത് വെച്ച് ഒരുപാട് കൊടുക്കണ്ട. എന്നെ കുളിപ്പിച്ച് എനിക്കിപ്പോ പോയി വാശാക്കണം വാശ ചെയ്ത് എല്ലാം കൂടി വരില്ല, അതുകൊണ്ടാണ് ഞാൻ കട്ടത്. ഇതോ ബേബിക്ക് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഇവിടെയുള്ള എല്ലാവർക്കും നമ്മുടെ സുലു വിതരണം ചെയ്യുന്നതായിരിക്കും. പാർക്ക് കൊടുത്ത് തുടങ്ങും. ചെറിയ 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 കഷ്ണായിട്ട് കൊടുക്കാം, എല്ലാവർക്കും കൊടുക്കാം. ചെറുതായിട്ട് മുറിക്കണമെങ്കിൽ എവിടെ തുടങ്ങും? എവിടെ തുടങ്ങും? കേട്ടോ കുഞ്ഞിന്റെ ബർത്ത്ഡേ ഫസ്റ്റ് ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ബാബാ. കേക്ക് എടുക്കോ? നമ്മളെ കുഞ്ഞിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ. ബർത്ത്ഡേയോ? ഞാൻ കൊളന്തയുടെ ഫസ്റ്റ് ബർത്ത്ഡേ. എടുത്തു ചിന്നതാ ഫസ്റ്റ് വേണോ? കേക്ക് എടുത്തോ എടുത്തിക്കോ എടുത്തിക്കോ എടുത്തു. താങ്ക് യു. ഓക്കെ ഫസ്റ്റ് ബർത്ത്ഡേ മോന്റെ ഫസ്റ്റ് ബർത്ത്ഡേ. കേക്ക് കൊടുക്കുന്ന സമയത്ത് ബേബിനെ കൊണ്ട് പോവാതിരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി ഉറങ്ങായിരുന്നു. അതുകൊണ്ടാണ് കേക്കിൻ്റെ ബാക്കിലൂടെ കുട്ടീനെയും കൊണ്ട് പോകാൻ. അപ്പോൾ ഇതായി കുട്ടി ഇപ്പോൾ എണീച്ചിട്ടുണ്ട്. അപ്പോൾ എണീച്ചത് കൊണ്ട് ഇനി നമുക്ക് കുട്ടീനെയും കൂട്ടി തന്നെ കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാം.
അങ്ങനെ ഇനുവിൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ എല്ലാവർക്കും ഏകദേശം ആർക്കും നമ്മൾ കേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനു ഹാപ്പി ഡേ. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ പരിപാടി അടിപൊളിയായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറം മനോഹരമായിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തിയേക്കുന്നത്. എല്ലാവരും കുഞ്ഞ് ഉറങ്ങുന്നത് കൊണ്ട് തന്നെ ആദ്യം കുട്ടിയുടെ ഉറക്കം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് കുട്ടീനെയും കൂട്ടി കേക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇറങ്ങിയിട്ടില്ല. പിന്നെ കുട്ടി എണീച്ചതിന് ശേഷം എല്ലാ ആൾക്കാരും കുട്ടീനെ നല്ല രീതിയിൽ വിഷ് ചെയ്തു. അടിപൊളിയായി, നല്ല ഹാപ്പിയായി, അടിച്ചു പൊളിച്ച് നമ്മൾ. എന്തായാലും എനിക്ക് നല്ല സന്തോഷമായി. അതിൻ്റെ ഇടയിൽ രാത്രി ഈ വീഡിയോ ഇത്ര വരാൻ ലേറ്റ് ആയതിൻ്റെ കാരണം രാത്രി കുട്ടീനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എനിക്ക് പിന്നെ പെട്ടെന്ന് എന്തോ പറ്റി ക്ഷീണമായി വീണ് അവൻ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. റെസ്റ്റ് എടുത്ത് നല്ല രീതിയിൽ റെസ്റ്റ് എടുത്തതിന് ശേഷം എനിക്ക് ഹെൽത്ത് എന്തോ പെട്ടെന്ന് ഓക്കെ ആയിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എഡിറ്റിങ്ങിന് ഇരുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ വരാൻ ലേറ്റ് ആയതിൽ സോറി, ക്ഷമിക്കണം. അപ്പം എന്തായാലും നല്ല ഹാപ്പിയായി, നല്ല മനോഹരമായിട്ട് തന്നെ ഞങ്ങൾ ഈ പരിപാടി നടത്തി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ മുന്നിൽ നിങ്ങളെ അഭിപ്രായത്തിൽ എന്താണോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അഭിപ്രായം അറിയിക്കണം. അപ്പം എന്തായാലും സന്തോഷമുണ്ട്. അപ്പം എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രേക്ഷകർക്കും സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. അതേപോലെ തന്നെ ബർത്ത്ഡേ ഫംഗ്ഷന് എല്ലാവരും സഹകരിച്ചതിനും താങ്ക് യു. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. തീർച്ചയായിട്ടും നിങ്ങളെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം. ഓക്കെ, ബൈ.